പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇലകളല്ലാതെ മറ്റൊന്നുമില്ലാതെ പോയ ഒരു അത്തിവൃക്ഷം, കവർച്ചക്കാരുടെ ഗുഹ കണക്കെ മാറിപ്പോയൊരു ദേവാലയം. കർത്താവ് പ്രതികരിക്കുന്നുണ്ട് രണ്ടിനോടും. ക്രൈസ്തവ ജീവിതം സീസണലല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ ശക്തമായി താക്കീത് നൽകിക്കൊണ്ടാണ് കർത്താവ് ഇങ്ങനെ അവിടെയുള്ള മനുഷ്യരെ പുറത്താക്കിക്കൊണ്ട് ദേവാലയം വിശുദ്ധീകരിക്കുന്നത്. ഇത് ഒരു സമയത്ത് മാത്രമേ ഞാൻ ഫലം പുറപ്പെടുവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? അത് എല്ലാ കാലത്തും അവൻ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ജാഗരൂകതയോടുകൂടി ഇരിക്കുവിൻ. മണവാളൻ വരുമ്പോൾ കത്തിച്ച വിളക്കുകളുമായി അവനെ എതിരേൽക്കാൻ കാത്തിരിക്കുവനെന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ. നിരന്തരം ഈ ഒരു ജീവിതത്തിൽ നിന്ന് അവൻ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സീസണലല്ലാന്ന്, വെറുതെ മറ്റുള്ളവരെ ഇലകൾ മാത്രം കാണിച്ച് പറ്റിക്കാനായിട്ടല്ല. എപ്പോൾ ആര് വന്നാലും ക്രിസ്തുവെന്നുള്ള ഫലം നമ്മളിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ, സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ദേവാലയം ഇങ്ങനെ പ്രാർത്ഥനാരൂപി നിറയേണ്ട, ദൈവവുമായി അടുത്തിരിക്കേണ്ട, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയേണ്ട സ്ഥലങ്ങളിൽ കച്ചവട സ്ഥലമാക്കിയതിനെ മാറ്റരുതെന്നുള്ള കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള നിയോഗത്തോടു കൂടെ പോകേണ്ടതാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടേണ്ടിടത്ത് ലോകത്തിൻ്റെതായിട്ടുള്ള വ്യാപാരങ്ങൾ കൊണ്ട് നിറച്ച് ക്രിസ്തുവെന്നുള്ള ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ മോശമാക്കി കളയരുതെന്ന് ഓർമ്മപ്പെടുത്തലായത്. കർത്താവ് വചനത്തിൽ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് ഒന്നാമത്തെ വായനയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ നിയോഗിച്ച് ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആലയമായിട്ടുള്ള ഈ ശരീരത്തെ വ്യാപാര സ്ഥലമാക്കി മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്തുവെന്നുള്ള ഫലം പുറപ്പെടുവിക്കേണ്ട ഈ ജീവിത വൃക്ഷത്തെ വെറുതെ പച്ചപ്പ് നിറഞ്ഞ മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിക്കുന്നതിന് വേണ്ടി മാത്രമാക്കി മാറ്റി തീർത്തിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അതിനു വേണ്ടി ജീവിക്കാൻ, അതിനുവേണ്ടി മുഴുവൻ സമർപ്പിക്കാൻ, തീക്ഷ്ണതയോടുകൂടെ ആയിരിക്കാൻ. വചനം പറയുന്നത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താണ്. വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി വിവിധ ദാനങ്ങൾ ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഒന്നാം വായന വായിക്കാനായിട്ട് വരുമ്പോൾ അത് വായിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാറ്റഗിസം സാറ് വന്ന് പറയണത്, കുറച്ചുകൂടെ ഉഷാറായിട്ട് വായിക്കുക, ദൈവവചനമാണ്. കുറച്ചുകൂടെ ഉഷാറായിട്ട് വായിക്കുക, ദൈവവചനമാണ്. ക്രിസ്ത്യാനി എന്താ ഇങ്ങനെ തളർന്നു പോകുന്നത്? ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ ജീവനില്ലാത്തവനെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രൈസ്തവ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും മനോഹരമായ, ഇത്രയും ഫലം പുറപ്പെടുവിക്കാവുന്ന, ഇത്രയും ഡിവൈനായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ എന്തുകൊണ്ടാണ് വളരെ മോശപ്പെടുത്തി കളയണേ? അതിലേക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വ്യാപാരങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ ഒരു പ്രസക്തി ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയങ്ങളിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. ആലോചിച്ച് നോക്കി, ആരാധന നടക്കുന്നിടത്തോടുകൂടെ കച്ചവടം നടത്താനായിട്ട് പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കേണ്ട ജീവിതം മറ്റുള്ള എന്തൊക്കെയോ വ്യാപാരങ്ങൾ കൊണ്ട് നമ്മൾ നിറച്ചു വെച്ചിരിക്കുമ്പോൾ കർത്താവ് സങ്കടപ്പെടാതെയും ഇങ്ങനെ വാണിംഗ് തരാതെയും ഇരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ചാട്ടവാറെടുക്കട്ടെ എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അവൻ എന്നെ വാണിംഗ് നൽകട്ടെ. ഇത്രയും നാളും ഫലം പുറപ്പെടുവിക്കാതെ വെറുതെ പച്ചപ്പ് നിറഞ്ഞ ഒരു വൃക്ഷമായി മാത്രം നിലനിന്നതിന്, അതിൽ ഫലമില്ലാത്ത വിധത്തിൽ മറ്റുള്ളവരെ പറ്റിച്ചു പോയതിന് കർത്താവെ
ഇനിയെങ്കിലും അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള തീക്ഷ്ണതയോടുകൂടെയുള്ള ക്രൈസ്തവ ജീവിതം, ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലുള്ള, ക്രിസ്തുവെന്നുള്ള ഫലം പുറപ്പെടുവിക്കുന്ന വിധത്തിലുള്ള, സ്വർഗത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സാധാരണക്കാരായി എത്ര കാലം ഈ ഭൂമിയോടമർന്ന്, ഈ മണ്ണിനോടമർന്ന് നമ്മൾ ജീവിച്ചു പോകുന്ന പറയണേ കർത്താവെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഉണർന്നെഴുന്നേൽപ്പ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവെ. ഞങ്ങളെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, പച്ചപ്പ് മാത്രമല്ല ഫലങ്ങളും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇനി എന്നാണ് ഞങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ പറ്റണേ കർത്താവെ. ഇത് ഈ ശരീരവും ഈ ജീവിതവും അവിടുത്തെ ആലയം കണക്കെ വിശുദ്ധിയിൽ കൊണ്ടു നടക്കേണ്ടതാണെന്ന് ഇനി എന്നാണ് ഞങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് ക്രൈസ്തവ ജീവിതം അതിൻ്റെ പരമോന്നത മഹത്വത്തിൽ ജീവിക്കാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന്. നിസ്സാരമൊന്നും വേണ്ട, ഞങ്ങൾക്ക് താഴെത്തട്ടിലൊന്നും വേണ്ട, ഏറ്റവും ഉന്നതമായ മഹത്വത്തിൽ ഈ ക്രൈസ്തവ ജീവിതം ഒരു ദിവസമെങ്കിലും ജീവിച്ച് ഞങ്ങൾ മരിച്ചു പോയിക്കോട്ടെ. പക്ഷേ ആ ഒരു ദിവസത്തെ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.